UDF ഒരു തീരുമാനം കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുമ്പോട്ട് പോകും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പറയുന്ന പല വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വെൽഫെയർ പാർട്ടിയായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാവും? അതിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാനുള്ള തീരുമാനം ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആരെയും വെറുപ്പിച്ച് മാറ്റി നിർത്തുവാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല. പക്ഷേ എല്ലാവരെയും കൂട്ടായ ഒരു സംവിധാനത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് കൊടുക്കുക ലീഗായിരിക്കുമോ കോൺഗ്രസ് ആയിരിക്കും? അല്ല, അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത് ഇനി സമയമുണ്ടെന്ന്, ആ സമയം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പറയാം. അല്ല, ഈ CPM ഇപ്പൊ തന്നെ തീർക്കുന്നത് ഇവിടെ ഈ 1-2 ജില്ലയാണ് വെൽഫെയർ പാർട്ടിക്ക് അല്പം സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ. അതിന്റെ പേരിൽ സംസ്ഥാനത്താകെ UDF തന്നെ എതിരാവുന്ന അല്ലെങ്കിൽ ഒരു പൊതുവികാരം ഉണ്ടാക്കുന്ന രീതിയിൽ വെൽഫെയർ പാർട്ടിയായിട്ട് സഹകരിക്കുന്നു എന്ന്. അല്ല, അതെ, CPM എപ്പോഴും ആരുമായും കൂട്ടുചേരാം. അവർ അങ്ങനെ കൂട്ടുചേരുന്നതിന് അവർക്ക് യാതൊരു വിദ്വേഷവും യാതൊരു പരാതിയുമില്ല. അതേസമയം UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനെ നോക്കിക്കണ്ടുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ആരുമായി കൂട്ടുചേരാനുള്ള അവസരമുണ്ട്. പക്ഷേ UDF ഈ തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളും ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ ഞങ്ങൾ മുമ്പോട്ട് പോകും. വെൽഫെയർ പാർട്ടി ബന്ധമാണോ തെക്കൻ മേഖലയിൽ NSS-നെയും SNDP-യെയും ഒക്കെ UDF-ൽ നിന്നും അകറ്റുന്നത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഞങ്ങളാരും അങ്ങനെ ഇപ്പോൾ NSS-വുമായിട്ടാണെങ്കിലും SNDP ആയിട്ടാണെങ്കിലും അതുപോലെ വിവിധ സമുദായ സംഘടനകളിലുള്ള ആളുകളുമായി ഒന്നും ഒരു കൺഫ്രണ്ടേഷൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകണം എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോകും. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുന്നതാണ് ദീപിക മുന്നറിയിപ്പ്. അല്ല, അത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് ഏത് തരത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സമുദായത്തെ അതിന് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണോ എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ഒന്നും ബന്ധപ്പെട്ട് അതൊന്നും വിഷയമാകില്ല. വികസന സദസ്സുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും അല്ലല്ല, നിങ്ങൾ ആലോചിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെ ഒരു തരത്തിലുമുള്ള ഒരു ആശയക്കുഴപ്പവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും.